എസ് അച്യുതാനന്ദൻ പോരാട്ടങ്ങളുടെ സഖാവായിരുന്നു. അദ്ദേഹം കർഷക തൊഴിലാളി സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് തുടങ്ങി. അവിടെ നിന്ന് പിന്നീട് പാർട്ടിയിൽ അദ്ദേഹം സംഘടനാ തലത്തിൽ ഉയർന്നു വന്നു. 1957 ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുന്ന സമയത്ത് സംസ്ഥാന സമിതി അംഗമായിരുന്നു. 1964 CPM രൂപീകരിച്ചപ്പോൾ CPI ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന 32 നേതാക്കളിൽ അവസാനത്തെയാളായി മാറിയിരിക്കുന്നു VS അച്യുതാനന്ദൻ. അദ്ദേഹവും വിടവാങ്ങിയിരിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള 7 സഖാക്കളിൽ അവസാനം വിടവാങ്ങുന്നയാളായി VS അച്യുതാനന്ദൻ മാറിയിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് കടന്നു വന്നിരുന്നു. അവിടെ തുടക്കത്തിൽ തോൽവിയായിരുന്നുവെങ്കിലും 1967 അദ്ദേഹത്തിന് വിജയിക്കുവാൻ സാധിച്ചു. അദ്ദേഹം 2 തവണ അമ്പലപ്പുഴയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം മാരാരിക്കുളത്ത് അദ്ദേഹം മത്സരിക്കുന്നു 1991. 80 മുതൽ 92 വരെ അദ്ദേഹം സംഘടനാ തലത്തിൽ ശക്തനാവുകയായിരുന്നു. 91 മാരാരിക്കുളത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു. അതിനുശേഷം 96 മാരാരിക്കുളത്തെ തോൽവി. രമേശ് ചെന്നിത്തല ചേരുകയാണ് തത്സമയം. ശ്രീ രമേശ് ചെന്നിത്തല, എതിർ രാഷ്ട്രീയ ചേരിയിലായിരുന്നുവെങ്കിലും പരസ്പര ബഹുമാനം എപ്പോഴും VS-നോട് ഉണ്ടായിരുന്നുവല്ലോ. VS-നെ താങ്കളും കാണുന്നത് ഒരു പോരാട്ട വീര്യമുള്ള നേതാവായിട്ട് തന്നെയല്ലേ? ഞാൻ ആദ്യമായി അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഞാൻ 8 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായി ഞാൻ VS-നെ കാണുന്നത്. എൻ്റെ വീട്ടിൽ ചെന്നിത്തലയ്ക്ക് അടുത്ത് കുത്തുളപ്പടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അദ്ദേഹം ഒരു പൊതുയോഗത്തിൽ വന്ന് സംസാരിച്ചതാണ്. ആ സംസാരം ഞാൻ അന്ന് അതുവഴി നടന്നു പോകുമ്പോഴാണ് അവിടെ പൊതുയോഗം നടക്കുന്നത്. എനിക്കന്ന് ഒന്നും അറിയാൻ വയ്യാത്തൊരു പ്രായമാണ്. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് VS-നെ കാണുന്നത്. നല്ല തടിച്ച ശരീരം, വളരെ ഉച്ചത്തിൽ പ്രസംഗിക്കുന്ന ഒരാള്. അപ്പോഴാണ് അവിടെ നിന്ന് ഒരാൾ എന്നോട് പറയുന്നത് VS അച്യുതാനന്ദൻ. അപ്പൊ എനിക്ക് രാഷ്ട്രീയമോ അന്നൊന്നും അറിയത്തില്ലല്ലോ. പക്ഷെ ആ പ്രസംഗം കുറേ നേരം ഞാൻ കേട്ടിരുന്നു. പിന്നീട് ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ, വലുതായപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനിങ്ങനെ ആദ്യം കണ്ട കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് സമ്മതിച്ചു, എനിക്ക് ഭയങ്കര തടിയായിരുന്നു ആ കാലത്ത്. പിന്നെ ഞാൻ തടി കുറച്ചതാണെന്ന് പറഞ്ഞു. മാത്രമല്ല, ഞങ്ങൾ തമ്മിൽ പലപ്പോഴും ഒറ്റയ്ക്ക് കാണുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ സമരങ്ങളെ പറ്റി ചോദിക്കുമായിരുന്നു. പുന്നപ്രവേല സമരത്തെപ്പറ്റി എന്നോട് വളരെ വിശദമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒളിവിൽ പോയത്, പൂഞ്ഞാറിൽ ഒളിവിലിരുന്നതിനെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്. സമീപകാലത്തുണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ചോദിച്ചാൽ അദ്ദേഹം എല്ലാം പറയുമായിരുന്നു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച്, ഫ്ലൈറ്റിൽ വെച്ച് ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ട്, എന്താണ് ഈ നീട്ടിയും കുറുക്കിയും ഒക്കെ സംസാരിക്കുന്നതെന്ന്. അദ്ദേഹം പറഞ്ഞു, പണ്ട് മൈക്കൊന്നും ഇല്ലാത്ത കാലത്ത് കുട്ടനാട്ടിൽ പ്രവർത്തകരെ സംഘടിപ്പിക്കാൻ പോകുമ്പോൾ അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഒരു നല്ല മനുഷ്യൻ, ഒരു പച്ചയായ മനുഷ്യൻ. അദ്ദേഹത്തിന് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും എന്നെ വലിയ ഇഷ്ടമായിരുന്നു. എന്നോട് എപ്പോഴും കാര്യങ്ങൾ കുശലം പറയുമായിരുന്നു. സാധാരണ ആരോടും അങ്ങനെ സംസാരിക്കാത്ത ഒരാളാണ്. പക്ഷെ എന്നെ കണ്ട് കുശലം പറയുമായിരുന്നു, വീട്ടിലെ കാര്യം ചോദിക്കുമായിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ പരസ്പരം ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. പലപ്പോഴും ഡൽഹി പോകുമ്പം ഒരുമിച്ച് ഫ്ലൈറ്റിലുണ്ടെങ്കിൽ, ഞാൻ MP ആയിരിക്കുന്ന കാലത്ത് ഒരുമിച്ച് സംസാരിക്കുമായിരുന്നു. എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരു നല്ല പച്ചയായ മനുഷ്യനാണ്. ഏത് അനീതിയെയും എതിർക്കാൻ കഴിയുന്ന ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ സാധാരണ രാഷ്ട്രീയക്കാരെ കാണുന്ന പോലെ അല്ല അച്യുതാനന്ദനെ ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് പറയുന്ന കാര്യങ്ങളോട് നീതി പുലർത്താൻ കഴിയുന്ന നല്ല ഒരു നേതാവ്. എതിരാളികൾ നമ്മളൊക്കെ എതിർപക്ഷത്ത് നിൽക്കുന്നതാണെങ്കിൽ പോലും നമ്മളോട് കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന സന്ദർഭത്തിലും, ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്തും, KPC പ്രസിഡന്റ് ആയിരുന്ന കാലത്തുമൊക്കെ ഇത്തരം നിരവധി സംഭവങ്ങൾ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും ചില കാര്യങ്ങൾ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു നല്ല നേതാവിന്റെ വിയോഗമാണ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ ഇന്ന് ഓർക്കാൻ കഴിയുന്ന അവസാനത്തെ ഒരു കമ്മ്യൂണിസ്റ്റായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ഒരിക്കലും വ്യതിചലിക്കാത്ത വ്യക്തിയാണ് അദ്ദേഹം. പാർട്ടി വളർന്നപ്പോൾ അന്ന് CPIM-ൽ നിൽക്കാൻ ഇറങ്ങിപ്പോയ അച്യുതാനന്ദൻ അവസാന ശ്വാസം വരെ ആ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നു. അത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റായി ഞാൻ അദ്ദേഹത്തെ കാണുന്നു. എൻ്റെ മനസ്സ് നിറഞ്ഞ ആദരാഞ്ജലികൾ ഞാൻ അർപ്പിക്കുന്നു. ശരി, ശ്രീ രമേശ് ചെന്നിത്തല, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു VS അച്യുതാനന്ദൻ. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ CPM-നൊപ്പം നിലകൊണ്ട വിപ്ലവ സൂര്യൻ എന്ന്
കേരള രാഷ്ട്രീയത്തിൽ വിശേഷണങ്ങൾ ഏറ്റുവാങ്ങിയ, എതിരാളികളെ പലപ്പോഴും പേടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പോലും എതിരാളികളുടെയും ബഹുമാനം പിടിച്ചുപറ്റിയ നേതാവ്. ഇപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കുകയാണ്. ശ്രീ തിരുവഞ്ചൂർ, പല സമയത്തും VS ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കളെ അദ്ദേഹത്തിന്റെ കുറിക്ക് കൊള്ളുന്ന പ്രയോഗങ്ങളിലൂടെ. പക്ഷേ തിരുവഞ്ചൂർ, താങ്കളുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? എനിക്ക് അദ്ദേഹവുമായിട്ട് നല്ല ഊഷ്മളമായ ബന്ധമായിരുന്നു. ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ എപ്പോഴും അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ചെയ്യുമായിരുന്നു. ഞാനിപ്പോൾ പെട്ടെന്ന് ഓർക്കുന്ന ഒരു സംഭവമായ 2004 ഞാൻ ജലവിഭവ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ മുല്ലപ്പെരിയാർ ഡാമിൽ അമിതമായി വെള്ളം ഉയരുന്നു, അതുകൊണ്ട് നടപടി ഗവൺമെന്റ് എടുത്തേ മതിയാകൂ എന്ന് അദ്ദേഹം നിയമസഭയിൽ ശക്തമായി വാദിച്ചു. ഞാനപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് തയ്യാറാണെന്നൊരിക്കൽ ഞാനും വരാം, നമുക്ക് ആ സ്ഥലം സന്ദർശിക്കുന്നതിന് പോകാം. അദ്ദേഹം സമയം വരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാനും നേരെ തേക്കടിയിലെത്തി. അവിടെ നിന്ന് ഞങ്ങൾ ഒരുമിച്ചൊരു ബോട്ടില് മുല്ലപ്പെരിയാർ കാണുന്നതിന് പോയി. മുല്ലപ്പെരിയാറിൽ ബേബി ഡാം കണ്ടു. അതിനുശേഷം എല്ലാം പരിശോധിച്ചു. അതിന്റെ സീപ്പേജുകൾ അദ്ദേഹം തന്നെ കൈകൊണ്ട് എന്താണ് എന്നുള്ളത് പരിശോധിച്ചു. അതിനുശേഷം ഞങ്ങൾ മടങ്ങി വന്നതിന് ശേഷം ഉദ്യോഗസ്ഥന്മാരുമായി ഇരുന്ന് അദ്ദേഹമായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഉദ്യോഗസ്ഥന്മാരുടെ വിശദീകരണം അദ്ദേഹത്തിന് വളരെ കൺവിൻസ്ഡായി എനിക്ക് തോന്നി. അതിനുശേഷം മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഇന്നലെ പറഞ്ഞതുപോലെ അങ്ങയുടെ നിലപാടെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ പകയൻ എന്തൊക്കെയോ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നു, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം വളരെ കൃത്യതയോടുകൂടി ഒരു പ്രശ്നത്തെ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി അവസാനത്തെ നിമിഷം വരെ നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആദർശനിഷ്ഠയുള്ള ഒരു വ്യക്തിയായിട്ടാണ്. വ്യക്തിബന്ധത്തെക്കാൾ അപ്പുറത്ത് നിലപാടുകൾക്കാണ് അദ്ദേഹം ഏറ്റവും വലിയ പിന്തുണ കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് ലോകം എന്നും അദ്ദേഹത്തെ മാനിക്കുന്നത് എന്ന് ഞാൻ കണക്കാക്കുകയാണ്. ഇന്ത്യയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആളാണ്. അന്ന് CPM രണ്ടായി പിരിഞ്ഞപ്പോ അന്ന് വോക്കൌട്ട് ചെയ്തു പോന്ന 3 പ്രമുഖന്മാരിൽ ഏകയാളിന് ജീവിച്ചിരിക്കുന്നത് ശ്രീ VS അച്യുതാനന്ദനാണ്. അദ്ദേഹത്തിന്റെ നിലപാട് ഇന്നും കറക്റ്റാണ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ നിൽക്കുകയാണ്. ശ്രീ അച്യുതാനന്ദനെ ഒരിക്കലും ഇടതുപക്ഷ ചിന്തകളുടെ ഒരു മനുഷ്യനും എതിർക്കില്ല, അദ്ദേഹത്തെ മറക്കില്ല, അദ്ദേഹത്തെ കേരളത്തിന് ഒരിക്കലും മറക്കാനും കഴിയില്ല. ഒട്ടനവധി അനുഭവങ്ങളാണ് അതിന് പിൻബലമായി നിൽക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ നിറഞ്ഞ ഹൃദയത്തോടു കൂടിയുള്ള അനുശോചനം രേഖപ്പെടുത്തുകയാണ്. മൂന്നാറിനെ പറ്റി ഇപ്പോൾ കരയുന്നത് കള്ളക്കരച്ചിലാണ്. ഉമ്മൻചാണ്ടിയുടെയും കോൺഗ്രസുകാരുടെയും UDFന്റെയും ആ കരച്ചിലിൽ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കുമെന്ന് ഞാൻ കരുതുന്നു. VS അച്യുതാനന്ദൻ ഇനിയില്ല. VS അച്യുതാനന്ദന്റെ വിയോഗ വാർത്തയാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1940 മുതൽ 2021 വരെ സജീവമായിരുന്ന അച്യുതാനന്ദൻ യുഗം അത് അവസാനിച്ചിരിക്കുകയാണ്. 102-ാം വയസ്സിലാണ് VS അച്യുതാനന്ദൻ കേരളത്തോട് വിട പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഓർമ്മകളായിരിക്കും മലയാളിക്കൊപ്പം ജീവിക്കുക. കണ്ണേ കരളെ VSA തുടങ്ങിയ പ്രയോഗങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ അലയടിക്കുകയാണ്. ഈ 8 പതിറ്റാണ്ട് കാലം അദ്ദേഹത്തിന്റെ വിവിധ മുഖങ്ങളാണ് കേരള രാഷ്ട്രീയം ദർശിച്ചത്. പല കാലഘട്ടങ്ങളിലും അദ്ദേഹത്തോടൊപ്പം കടന്നുവന്ന ജനങ്ങൾക്ക് VS വ്യത്യസ്ത അനുഭവങ്ങളായിരുന്നു. തുടക്കത്തിൽ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായി കൊണ്ടിരുന്ന അദ്ദേഹം ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി. അതിനുശേഷം പാർട്ടിയിൽ പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് അദ്ദേഹം കടന്നുവന്നു. MLA ആകുന്നു. അതിനുശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാകുന്നു. പിന്നീട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VS അച്യുതാനന്ദൻ എത്തിയപ്പോഴാണ് കേരള രാഷ്ട്രീയം യഥാർത്ഥത്തിൽ VS എന്ന ജനകീയ മുഖത്തെ അടുത്തറിഞ്ഞത്. നിരവധി പ്രശ്നങ്ങളാണ് അദ്ദേഹം ഏറ്റെടുത്തതും നിരവധി പ്രശ്നങ്ങൾക്കാണ് അദ്ദേഹം പരിഹാരം കണ്ടതും. കേരളത്തിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിൽ അതുല്യമായ പങ്കുവഹിച്ച CPIMന്റെ എക്കാലത്തെയും പ്രമുഖ നേതാവായ സഖാവ് VS അച്യുതാനന്ദൻ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് നമ്മെ വിട്ടുവീഴ്ച
ഏതാണ്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇവിടുന്ന് AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചത്. അവിടെ ഇന്ന് രാത്രി പൊതുദർശനം അനുവദിക്കും. അതിനുശേഷം രാത്രിയോടുകൂടി വീട്ടിലേക്ക് പോവുകയാണ്. നാളെ രാവിലെ 9 മണിക്ക് അവിടുന്ന് ദർബാർ ഹാളിലേക്ക് പൊതുദർശനത്തിന് വേണ്ടി ദർബാർ ഹാളിൽ ഔദ്യോഗികമായ ഏറ്റവും ശ്രദ്ധേയമായ ഒരു യാത്രാമൊഴിയായിരിക്കും പ്രധാനമായിട്ടുണ്ടാകും. എല്ലാവരെയും അവിടെ പൊതുദർശനത്തിന് അനുവദിക്കുകയും ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം നാഷണൽ ഹൈവേ വഴി ആലപ്പുഴയിലേക്കാണ് പോകാൻ തീരുമാനിച്ചത്. നാളെ ഉച്ചയ്ക്ക് ശേഷം ദേശീയപാത വഴിയായിരിക്കും VSന്റെ വിലാപയാത്ര ആലപ്പുഴയിലേക്ക് സഞ്ചരിക്കുക. ഇപ്പോൾ ശ്രീമതി ആനി രാജ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീമതി ആനി രാജ, എങ്ങനെ അനുസ്മരിക്കുന്നു VSനെ? VS അച്യുതാനന്ദൻ വിടവാങ്ങി. VSന്റെ വിലാപയാത്ര നാളെ ഉച്ചയ്ക്ക് ശേഷമാണ്. അല്പസമയത്തിനകം ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ കൊണ്ടുവരും. അവിടെയായിരിക്കും പൊതുദർശനം ഉണ്ടായിരിക്കുക. ഇന്ന് രാത്രി മൃതദേഹം അവിടെയായിരിക്കും. അതിനുശേഷം നാളെ രാവിലെ 9 മണിക്കാണ് തിരുവനന്തപുരം ദർബാർ ഹാളിൽ പൊതുദർശനം. ഉച്ചയ്ക്ക് ശേഷമാണ് വിലാപയാത്ര ആലപ്പുഴയിലേക്ക് തിരിക്കുക. ഇപ്പോൾ ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയുടെ വ്യത്യാസം ഉണ്ട് എങ്കിലും അത്തരം കാര്യങ്ങൾ വ്യക്തി ബന്ധം അതുപോലെയുള്ള സൗഹൃദം അതൊക്കെ അദ്ദേഹം കാത്തു സൂക്ഷിച്ചു വന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയമായ എതിർപ്പിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ പോരാടിയ ഒരാളാണ്. അതാണ് അദ്ദേഹം തങ്ങൾ വിടവാങ്ങിയപ്പോൾ അവിടെ എത്തി ആദരാഞ്ജലി അർപ്പിക്കാൻ സമയം കണക്കാട്ട് വന്നു. അതേപോലെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ തങ്ങൾ പറഞ്ഞതുപോലെ തൻ്റേതായ രീതിയിൽ അദ്ദേഹത്തിൻ്റേതായ ഒരു ശൈലി ഉണ്ടായിരുന്നു. പ്രസംഗത്തിൽ, പ്രവർത്തനത്തിൽ, അതുപോലെ തന്നെ ശത്രുക്കളെ, രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്ന കാര്യത്തിൽ ഒക്കെ അദ്ദേഹത്തിൻ്റേതായ ഒരു ശൈലി ഉണ്ടായിരുന്നു. നിയമസഭയിലായാലും പുറത്തായാലും അതുപോലെ തന്നെ മറ്റുരങ്ങളിലായാലും ഒക്കെ അത് അദ്ദേഹത്തിന് സ്വന്തമായിരുന്നു. ആ ശൈലി അദ്ദേഹത്തിൻ്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഹരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ അനുയായികളുടെ അദ്ദേഹത്തോടുള്ളൊരു വീരാരാധന അതൊക്കെ വളരെ വലുതായിരുന്നു. ഏറ്റവും വ്യത്യസ്തനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്. ഈ പ്രാഥമിക കാലത്ത്, അതായത് ആദ്യകാലത്ത് ഒരു തൊഴിലാളിയായി വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ആ കമ്മ്യൂണിസ്റ്റ് ആശയാദർശങ്ങൾ അതേപടി മുഖ്യമന്ത്രിയായിട്ട് വരെ ഒരേപോലെ കാത്തു സൂക്ഷിച്ചു പോകുന്ന, വളരെ ആ കാര്യത്തിൽ ആദർശനിഷ്ഠ പുലർത്തിയ ഒരാൾ എന്നുള്ള നിലക്കാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇവിടെ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയമായി നമുക്കൊരു കാലത്തും യോജിപ്പില്ലാത്ത ഒരു ഫൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞങ്ങൾ നടത്തിയതാണ്. പക്ഷേ ആ സൗഹൃദമൊക്കെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് തമ്മിലുള്ള സൗഹൃദമൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോഴും പ്രതിപക്ഷ നേതാവായപ്പോഴും ഒക്കെ തൊഴിലാളികൾക്ക് വേണ്ടിയും സാധാരണക്കാർക്ക് വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ നിലയിലൊക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വേർപാട് തീർച്ചയായിട്ടും സംസ്ഥാനത്തിന് ഒരു നഷ്ടമാണ്, പൊതുജീവിതത്തിനൊരു നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ അനുയായികളോടും കുടുംബത്തോടും ബഹുമാനപ്പെട്ട തങ്ങളും ആശുപത്രിയിൽ പോയി കണ്ടിരുന്നു. അതേപോലെ തന്നെ ഞങ്ങളൊക്കെ പോയിരുന്നു. ഇപ്പോൾ അസുഖമായി ദീർഘകാലം കിടന്ന് ഇന്ന് വിടവാങ്ങിയപ്പോൾ ഒരു വലിയ ചരിത്രമാണ് അവസാനിക്കുന്നത്. മറ്റന്നാൾ ആലപ്പുഴയിൽ നടക്കുന്ന അവസാന ചടങ്ങുകളിൽ പങ്കെടുക്കണം എന്നാണ് ഞങ്ങൾ കൂടിയാലോചിച്ചപ്പോൾ
കെ കുഞ്ഞാലിക്കുട്ടി VS അച്യുതാനന്ദനെ അനുസ്മരിക്കുകയായിരുന്നു. എതിരാളികൾ മാത്രമല്ല, എതിർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ളവർ മാത്രമല്ല, VS അച്യുതാനന്ദന്റെ ഉറച്ച നിലപാടുകളിൽ പരിഭ്രമിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് സ്വന്തം പാർട്ടിക്കാർക്ക് പോലും VS അച്യുതാനന്ദൻ തിരുത്തൽ ശക്തിയായി മാറുന്ന ഒരു കാലം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു. 1991 ശേഷമാണ് VS അച്യുതാനന്ദന്റെ ജനകീയ മുഖം കൂടുതലായിട്ട് കേരളം കണ്ടുവന്നിരുന്നത്. ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചു പോകുന്നത്. 3 തവണ അദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി.